പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന തുടർ സംപ്രേഷണത്തിൻ്റെ 33-ാം എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒരു പ്രതിസന്ധി, ലോകത്തെങ്കും പ്രതിസന്ധികൾ ഞാക്കം വർദ്ധിക്കുകയാണ്. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം, ഇസ്രായേലും യമനും തമ്മിൽ, എന്തുകൊണ്ടാണ് സിറിയയും തമ്മിൽ, ഇസ്രായേലും ഇറാനും തമ്മിൽ വലിയ സംഘർഷമാണ്. വാസ്തവത്തിൽ ആ സംഘർഷങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ നമ്മൾ ഈ മനസ്സിലാക്കുന്നതും കാണുന്നതും ഒരു വലിയ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം ജനങ്ങൾ വിചാരിക്കുന്നു ഇസ്രായേലിന് ഭൂമുഖത്ത് നിലനിൽക്കാനുള്ള ഇല്ലാതാണ് എങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽക്കാനാവുള്ളൂ. ഇസ്രായേലുകാർ പറഞ്ഞു, ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് പരദേശികളായിട്ട് എവിടേക്കോ അലഞ്ഞിരിഞ്ഞ് നടന്നു, പീഡനങ്ങൾ സഹിച്ചു, ചതറിക്കപ്പെട്ടു, എത്രയോ പേര് കൊല്ലപ്പെട്ടു. ഒടുവിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക് ഞങ്ങൾ എത്തി. അവിടെ ആ സ്ഥലം ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന ഈ രാഷ്ട്രം യഹൂദ അല്ലെങ്കിൽ അറബി ഭൂ ഉടമകളിൽ നിന്നും യൂതന്മാർ വില കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ആ ഒരു ജനത കഠിനാധ്വാനികളാണ്, പരിശ്രമികളാണ്. ബുദ്ധിപരമായിട്ട് അവർ ബുദ്ധിശക്തിയും നൈപുണ്യം എപ്പോഴും വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും. പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി അവരുടെ ജീവിതത്തെ അവർ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വില കൊടുത്ത് വാങ്ങിച്ച ഒരു ഭൂപ്രദേശം അവിടെ പലസ്തീൻകാർക്ക് അവകാശപ്പെട്ടതാണ് എന്നൊരു വാദം ഉണ്ട്. പലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രം ഉണ്ടായിരുന്നു. പക്ഷെ ആ രാഷ്ട്രത്തിന് നിലനിൽക്കണമെങ്കിൽ ഇസ്രായേൽ ഇല്ലാതാകണം എന്ന് മറ്റൊരു വിഭാഗം വാദിക്കുമ്പോൾ ആണ് അവിടെ സംഘർഷം ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇസ്രായേലിലെ ഏതാണ്ട് 1 കോടിയിൽ താഴെയുള്ള ജനസംഖ്യയിൽ 20% അറബ് വംശജരാണ്. അവരൊക്കെ അവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്നു. അവർക്ക് ആർക്കും കാര്യമായ ഒരു പ്രശ്നമില്ല, വംശീയമായ ഒരു പ്രശ്നങ്ങളില്ല, ജാതീയമായ പ്രശ്നങ്ങളില്ല, മതപരമായ പ്രശ്നങ്ങളില്ല. പക്ഷേ ഒരു വിഭാഗം പറയുന്നു അതൊന്നും അല്ല, പലസ്തീൻകാർക്ക് അവിടെ സ്വതന്ത്രമായ രാഷ്ട്രം ഉണ്ടാകണം. ആ രാഷ്ട്രം ഉണ്ടാകണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാജ്യം ഇല്ലാതാകണം. അവരുടെ കാഴ്ചപ്പാടുകളാണ്. ഇതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നമ്മുടെ രാജ്യത്തു നിന്ന് അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്, പിന്തുണയ്ക്കുന്നവരുണ്ട്, അതേ ചൊല്ലി സംഘർഷം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏത് പ്രശ്നം ഉണ്ടായെങ്കിലും ആ പ്രശ്നത്തെ സംസാരിച്ച് തീർക്കാം ഡയലോഗിലൂടെ. ഇസ്രായേലിന് പ്രശ്നമുണ്ടെങ്കിൽ ഇസ്രായേൽ അവരുടെ വശങ്ങൾ പറയാമല്ലോ, പലസ്തീൻകാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവരത് പറയാമല്ലോ, അവരെന്തുകൊണ്ടാണ്, അവർക്ക് എന്താണ് പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ലോക സമൂഹം, UN അല്ലെങ്കിൽ ഏതെല്ലാം രീതി നമുക്ക് മനസ്സിലാക്കാം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരാണല്ലോ ലോകത്തുള്ളവർ. അപ്പോൾ ചില പ്രത്യയശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ മതപരമായ ആശയങ്ങൾ വളരെ മുറുക്കി പിടിക്കുമ്പോൾ, അതിലേക്ക് വളരെ തീവ്രമായിട്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് മറ്റു പലതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ലോകത്തുണ്ടായിരുന്ന സംഘർഷങ്ങളുടെ എല്ലാ അടിസ്ഥാനം. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം മാത്രമേ ലോകത്ത് സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരികയുള്ളൂ, നീതി കൊണ്ടുവരികയുള്ളൂ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കുകയാണ്. ജനാധിപത്യം സിദ്ധാന്തം, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് എല്ലാവരുടെയും സ്വരം കേൾക്കണം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഒരു സങ്കല്പത്തിൽ എല്ലാവരുടെയും അഭിപ്രായം പറയണം. എല്ലാവർക്കും ഈ ഭൂമിയിൽ ഒരു ഇടമുണ്ട്, പരിധിയുണ്ട്. അപ്പോൾ ആ പരിധിക്കുള്ളിൽ, ആ ഇടത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സിദ്ധാന്തം. ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ജനാധിപത്യത്തിൻ്റെയും മതേതരത്വം എന്ന് പറയുന്നത് വളരെ ഒരു ലൂസായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സംഘടിതമായിട്ടുള്ള ഏത് കൂട്ടർക്കും ഇതിൻ്റെ വിടവുകളിലൂടെ ആ പ്രസ്ഥാനത്തിൻ്റെ വേരിറക്കി ഇതിനെ തകർക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. മുൻപ് പറഞ്ഞു വന്ന കേരളത്തിലെ അവസ്ഥ എടുത്തു കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കെട്ടുകൾക്കിടയിലൂടെ ഇറങ്ങി അതിനെ ദുർബലപ്പെടുത്താൻ സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ കൺസെപ്റ്റ്, ഒരു രാജ്യം, ഒരു രാഷ്ട്രം എന്നുള്ള സങ്കല്പം വളരെ ദുർബലമായി പോവുകയാണ്. ഒരു ഏകലോക സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏകലോക സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തികനായ MP പരമേശ്വരൻ കുറച്ചു കാലം മുമ്പ് പാർട്ടിയിൽ മുന്നോട്ട് വെച്ചു. അത് പാർട്ടി തള്ളിക്കളഞ്ഞു. അതിരുകളില്ലാത്ത ലോകമാണ് പാർട്ടിക്ക് വേണ്ടതെന്ന് പറയുന്നു. എല്ലാവർക്കും വേണ്ടത് തന്നെയാണ്. അതിരുകളോ അല്ലെങ്കിൽ ഇത് ആർക്കും ആവശ്യമില്ല. പക്ഷേ കാര്യക്ഷമമായിട്ടും പ്രായോഗികമായിട്ടും കാര്യങ്ങൾ നടത്തണമെങ്കിൽ ചില അതിരുകൾ ഉണ്ടായേ തീരുള്ളൂ. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിര് പാടില്ല, അല്ലെങ്കിൽ ബംഗ്ലാദേശ് നമ്മൾ തമ്മിൽ അതിര് പാടില്ല. അതിരുകളെന്ന് പറയുന്നത് മറ്റൊരാളെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഒരു ഭരണ സമ്പ്രദായം, ഒരു പ്രത്യയശാസ്ത്രത്തിൽ, ഒരു തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ആ ഒരു സംവിധാനം, ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ജീവിക്കാനുള്ളൂ. അതാണ് അതിൻ്റെ പ്രായോഗികത. അപ്പം നമ്മൾ ഒരു വലിയൊരു പ്രശ്നം, മ്യാൻമറിൽ നിന്ന് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നു. അവർ കേരളത്തിൽ കുറേ വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ പല സംസ്ഥാനത്തും ഉണ്ട്. അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് വരുന്നു, കേരളത്തിലുണ്ട് ധാരാളം പേര്. അപ്പം നമ്മളൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവരെ നമ്മൾ നിരാകരിക്കുകയല്ല, അവർ വരണ്ടെന്ന് പറയല്ല. പക്ഷേ പ്രായോഗികമായ തലത്തിൽ അവർ വന്നാൽ നമ്മുടെ രാജ്യത്ത് പ്രശ്നം ഉണ്ടാകും. അത് നമ്മൾ ഇതിനെ ചുരുക്കിക്കൊണ്ട് നമ്മുടെ വീടിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ വീട് അല്ല, നമ്മുടെ വീട്ടിൽ ഇതൊരു കൂട്ടുകുടുംബമാണ്. നമ്മുടെ വീട്ടിലെ 1-2 അംഗങ്ങൾ അവരുടെ ഭാഗം വാങ്ങിച്ച് വേറെ വീട് വെച്ച് താമസിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കണക്കുണ്ട്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത്, അർഹതപ്പെട്ടത് അതിൻ്റെ വീതം കൊടുത്തു. അവർ സ്വന്തമായിട്ട് അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്നു, അവരവിടെ വീട് കെട്ടി താമസിക്കുന്നു, അവിടുത്തെ കുട്ടികൾ അവിടെ പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ വീതം വാങ്ങിച്ച് പോയതിൽ കുട്ടികൾ തറവാട്ടിലേക്ക് വന്നിട്ട് വന്നാൽ ശരി, ഒന്ന് സന്തോഷം,
വലിയ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ കൂടെ വന്ന് കുറേ സമയം ചിലവഴിച്ചു, ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു, വൈകിട്ടത്തെ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുന്നു, പ്രശ്നമില്ല. പക്ഷേ അവർ വീതം വാങ്ങിച്ച് പോയിച്ച് ഈ കുട്ടികൾ വന്ന് തറവാട്ടിൽ വന്നിട്ട് തറവാട്ടിൽ തന്നെ തങ്ങണം, അവിടുത്തെ അംഗങ്ങൾക്ക് അവകാശപ്പെട്ട മുറിയോ അല്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ ഇവർ കൈയടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിൽക്കാനൊക്കെയില്ല. അത് നമ്മളെ സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിയാണ്. നമ്മുടെ സഹപാഠികൾ അവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, ഒരു നേരം ഭക്ഷണം കഴിക്കുന്നു, സന്തോഷമായിട്ട് പിരിഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ അവരുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷേ നമ്മൾ അതിരുകൾ സൂക്ഷിക്കുകയാണ്. നമ്മൾ സർവേ നമ്പറുള്ള മതിൽക്കെട്ടുകളുള്ള ഒരു വസ്തു നമ്മൾ സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അതേ പ്രായോഗികമാകുകയുള്ളൂ. കാരണം നിയമപരമായിട്ട് അതിനെ നിലനിൽപ്പുള്ളൂ. അല്ലാണ്ട് നമുക്ക് അതിരില്ല, അടുത്ത വീട്ടിലെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ 4 പേരൊക്കെ 5 പേർക്കോ തയ്യാറാക്കുന്ന ഭക്ഷണം അയൽവക്കത്തുള്ള 3 പേരും കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു നേരത്തേക്കാണെങ്കിൽ കുഴപ്പമില്ല. ആ കൂടുതലായിട്ട് സ്ഥിരമായിട്ട് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിവൃത്തിയുള്ളൂ. അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്നു, അവിടെ ഉണ്ണുന്നു, ഉറങ്ങുന്നു. ഒരു ദിവസം അവർ പറയാണ് ഈ വീടിൻ്റെ സ്വത്തിൽ ഒരു പങ്ക് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, കാരണം ഞങ്ങൾ ഇവിടെ വന്ന് കുറേ ദിവസമായിട്ട് താമസിക്കുകയാണ്. അപ്പം അത് ഇതിനകത്തുള്ള പ്രായോഗിക വിഷമം കൊണ്ടാണ് നമ്മൾ ഈ അതിരുകളെ വെച്ചിട്ടുള്ളത്. അത് രാഷ്ട്രത്തിനാണേലും വ്യക്തിക്കാണേലും കുടുംബത്തിനാണേലും അതിർത്തികൾ എന്ന് പറയുന്നത് ഇല്ലാതാണെങ്കിൽ വലിയ ഒരു തലത്തിലേക്ക്, മാനസിക തലത്തിലേക്ക് ജനത, ലോകരാഷ്ട്രം വളർന്നേ പോകും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം നിങ്ങൾക്കറിയാം. അവർ മതരാഷ്ട്രം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രം വേണമെന്ന് വാദിച്ചു. ബ്രിട്ടീഷുകാർ അതിനുള്ള ഒരു ഫോർമുല ഉണ്ടാക്കി, അവർ ഒരു രാഷ്ട്രം ഉണ്ടാക്കി. അവർക്ക് ഒരു സമ്പത്തിൻ്റെ ഒരു അംശം വേണമെന്ന് പറഞ്ഞു. ആ സമ്പത്ത് കൊടുത്തു. പണം 40 ലക്ഷം രൂപ, അന്നത്തെ കാലത്ത് 40 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു 4,000 കോടി രൂപ അല്ലെങ്കിൽ 40,000 കോടി രൂപയുടെ ഒരു കണക്കാണ്. അത് മഹാത്മാജി നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ട് അവർക്ക് കൊടുത്തു. അപ്പോൾ അവർക്കൊരു അതിർത്തി, ഒരു നിശ്ചിതമായ പ്രദേശം അവരുടെ ആ ഒരു സങ്കല്പത്തിൽ, പാകിസ്ഥാൻ സങ്കല്പത്തിലുണ്ട് അതിലുള്ള ഒരു രാഷ്ട്രം. അത് അവരും അംഗീകരിച്ചാണ്, നമ്മളും അംഗീകരിച്ചാണ്, ലോകരാഷ്ട്രങ്ങളും അംഗീകരിച്ചാണ്. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് അവർ പറയാണ് ഈ പ്രദേശങ്ങൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അല്ലെങ്കിൽ കാശ്മീർ അവർ കടന്നു കയറി സ്വാതന്ത്ര്യ പ്രാപ്തിയുടെ കാലത്ത് സായുധ സംഘമായിട്ട് കടന്നു കയറി കാശ്മീരിന് ഒരു ഭാഗം അവർ കൈയടക്കി. ഇപ്പോൾ തർക്കം നിലനിൽക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞത് കാശ്മീരിനെ മോചിപ്പിക്കണം, കാശ്മീർ അവർക്ക് സ്വന്തമായിട്ട് വേണം. കാശ്മീർ മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഗങ്ങളും അവർക്ക് സ്വന്തമായിട്ട് വേണം. കാരണം അവരുടെ വിശ്വാസത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പ്രായോഗികമായിട്ട് അതിരില്ലാത്തൊരു ലോകമാവില്ല. അത് സാങ്കല്പികമായിട്ട് നല്ലതാണ്. മനുഷ്യർ തമ്മിൽ ഒരു അതിരും പാടില്ല, ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും പേരിൽ അതിരുകൾ പാടില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ എത്രയോ വർഷം ഇനി അത് പ്രായോഗികമായിട്ട് സാധ്യമാണെന്ന് തന്നെ അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയങ്ങളെ സമീപിക്കാനും കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രശ്നം, ബംഗ്ലാദേശ് നമുക്കെതിരായിട്ട് തിരിയുന്നു, പാകിസ്ഥാൻ നമുക്കെതിരായിട്ട് തിരിയുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു വിഭാഗം ആൾക്കാർ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും അല്ലെങ്കിൽ നിയമ സംവിധാനത്തിനും ഭരണകൂടത്തിനും എതിരായിട്ട് ശബ്ദിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഒരു അരാജകത്വവും അരക്ഷിതാവസ്ഥയും ജനങ്ങൾക്കുണ്ടാവുകയാണ്. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരും അവനവനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ ഈ രാജ്യത്തെ ഒരു പൗരനാണ്, എൻ്റെ അവകാശങ്ങളിലൂടെ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ചിന്ത വ്യക്തികളിൽ വളർന്നു വന്നാൽ മാത്രമേ നമുക്ക് ജീവിതം സാധ്യമാകുകയുള്ളൂ. ഈ വക വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.